3400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈജിപ്തിലെ ഫറവോ രാജാവിന്റെ മുഖം പുനർനിർമ്മിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഈജിപ്തിലെ രാജാവായിരുന്ന തൂത്തൻഖാമന്റെ മുത്തച്ഛനായ അമൻഹോട്ടപ്പ് മൂന്നാമന്റെ മുഖമാണ് ശാസ്ത്രം പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഫറവോ രാജാവിന്റെ ചിത്രമാണിത്. ഇന്ന് പറയുന്നത് ആ പുരാതന ഈജിപ്തിലെ പ്രതാപശാലിയായിരുന്ന അമൻഹോട്ടപ്പ് മൂന്നാമനെ കുറിച്ചാണ്. എന്നും നമുക്ക് കൗതുകകരമായ ഒന്നാണ് നമ്മുടെ ഭൂതകാലം, അല്ലേ? അതിൻ്റെ അവശേഷിപ്പുകളുമായി കാലത്തെ അതിജീവിച്ചവരാണ് ഈജിപ്തിലെ ഫറവോ രാജവംശം. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച ആ രാജവംശം മരണത്തിനു ശേഷവും അവരുടെ മൃതദേഹങ്ങൾ മമ്മിയാക്കി സൂക്ഷിച്ചു. അതിനായി അവർ ശവകുടീരങ്ങൾ നിർമ്മിച്ചു. അതിനുള്ളിൽ അവർ ആർഭാടപൂർവ്വം തന്നെ അന്ത്യവിശ്രമം ചെയ്തു. അങ്ങനെ ഭൂതകാലത്തിലേക്ക് മാഞ്ഞ ഒരു രാജാവിൻ്റെ മുഖമാണ് ശാസ്ത്രം ആധുനിക ജനതയ്ക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. 75,000 വർഷം മുൻപുള്ള നിയാണ്ടർത്താൽ മുത്തശ്ശിയുടെ മുഖമൊരുക്കിയ ശാസ്ത്രം ഇപ്പോഴിതാ ഫറവോ രാജാക്കന്മാരിലെ ഏറ്റവും സമ്പന്നനായ രാജാവിന്റെ മുഖം ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഈജിപ്തിലെ രാജാവായിരുന്ന തൂത്തൻഖാമന്റെ മുത്തച്ഛനായ അമൻഹോട്ടപ്പ് മൂന്നാമന്റെ മുഖമാണ് ശാസ്ത്രം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫറവോ രാജാക്കന്മാരിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി കൂടിയായിരുന്നു അമൻഹോട്ടപ്പ് മൂന്നാമൻ. അമൻഹോട്ടപ്പ് മൂന്നാമന്റെ മമ്മിയുടെ ചിത്രങ്ങളും തലയോട്ടിയുടെ അളവുകളും ഉപയോഗിച്ചാണ് മുഖം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഡസൻ കണക്കിന് പ്രതിമകളിൽ അനശ്വരനായ ഏറ്റവും വലിയ ഫറവോന്മാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ മമ്മിയുടെ തലയോട്ടിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ഒരു ബഹുരാഷ്ട്ര സംഘം യഥാർത്ഥ രൂപം അനാവരണം ചെയ്തിരിക്കുന്നത്. BC 14-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഇദ്ദേഹം അന്നത്തെ ഈജിപ്ത്യൻ ജനത ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു. ഈജിപ്തിൻ്റെയും ഫറവോ രാജവംശത്തിൻ്റെയും സുവർണ കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം നാടുവാണിരുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തൻ ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ഫറവോന്മാരിൽ ഒരാളാണ് അമൻഹോട്ടപ്പ്. അവിടുത്തെ പിരമിഡുകളിൽ ഇന്ന് ശേഷിക്കുന്ന പ്രതിമകളിൽ കൂടുതലും ഇദ്ദേഹത്തിൻ്റെതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. പിഴവുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് ആദ്യമായി നിർമ്മിച്ചെടുത്ത അമൻഹോട്ടപ്പ് മൂന്നാമന്റെ മുഖത്തിന്റെ ഏകദേശ രൂപമാണെന്നാണ് ബ്രസീലിയൻ ഗ്രാഫിക് ഡിസൈനറായ സിസേറോ മോറസ് പറഞ്ഞത്. ചരിത്രത്തെ വിലമതിക്കുന്ന എല്ലാവർക്കുമുള്ള സമ്മാനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇവർ ആ മുഖം ഒരുക്കിയിരിക്കുന്നത്. മുഖം പുനർനിർമ്മിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അന്തിമ ഫലം അമ്പരിപ്പിക്കുന്നതായിരുന്നു എന്ന് മോറസ് പറയുന്നുണ്ട്. നിറങ്ങളോടും പ്രശാന്തതയോടും കൂടി ആ മുഖം കാണുന്നത് തീർത്തും തൃപ്തികരമാണെന്നും മറ്റു ഫറവോന്മാരുടെ മുഖത്തിന്റെ പുനർനിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാമായി അമൻഹോട്ടപ്പിന്റെ മുഖമാണ് പൂർണ്ണമായിരിക്കുന്നതെന്നും മൊറൈസ് കൂട്ടിച്ചേർത്തു. സൂര്യദേവനും വായുദേവനുമായ അമുനിന്റെ പേരാണ് അമൻഹോട്ടപ്പിന് നൽകിയിരിക്കുന്നത്. അമുനാണ് തൻ്റെ പിതാവ് എന്നാണ് അമൻഹോട്ടപ്പ് അവകാശപ്പെട്ടിരുന്നത്. ഈജിപ്തിൽ കാലത്തെ അതിജീവിച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്ന വൻ നിർമ്മിതികൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പൂർത്തിയാക്കിയിരുന്നത്. ഫറവോ രാജാക്കന്മാരിൽ തടി കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അത്ര ഇദ്ദേഹം. കൂടാതെ അയാൾ ഒരു രോഗിയും ഉദാസീനനുമായ മനുഷ്യനുമായിരുന്നു എന്നുമാണ് വിദഗ്ധരുടെ അനുമാനം. ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും മുടികൊഴിച്ചിലും ദന്തസംബന്ധമായ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നാണ് ഗവേഷകർക്ക് മനസ്സിലായിട്ടുള്ളത്. ആകെ 156 സെന്റിമീറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉയരം. ഇക്കാരണത്താൽ ഏറ്റവും ഉയരം കുറഞ്ഞ ഫറവോന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. BC 1352 തന്റെ 40 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലായിരുന്നു അദ്ദേഹം മരിച്ചതെന്നുമാണ് കരുതപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മുഖം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ നഗരത്തെ ഗവേഷകർ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തിരുന്നു. പ്രതാപവും പ്രൗഢിയും മറ്റ് നൂറ്റാണ്ടുകൾ മണ്ണിനടിയിലാണ്ട ആ നഗരത്തെ 2021 ഗവേഷകർ കണ്ടെത്തി പുറം ലോകത്തെ കാണിച്ചത്. ലൂക്സറിലെ സുവർണ നഗരം എന്നു പേരുള്ള ഈ നഗരം ആയിരക്കണക്കിന് വർഷങ്ങളായി മണലിൽ പൂണ്ടു കിടക്കുകയായിരുന്നു. ഈജിപ്ഷ്യൻ നാഗരികതയുടെ പൗരാണിക കേന്ദ്രമായ ലൂക്കറിനു സമീപമാണ് പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ സാഹി ഹവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരം ഖനനത്തിലൂടെ പുറത്തെത്തിച്ചത്. ഈജിപ്തിലുടനീളം ലക്സർ, മെംഫിസ്, എൽകാബ്, അർമൻ എന്നിവിടങ്ങളിലെ നിർമ്മിതികൾ ഉൾപ്പെടെ നിരവധി നിർമ്മിതികൾ ഉണ്ടാക്കാനും ഉണ്ടായിരുന്നവയെ നവീകരിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. തൻ്റെ ഭരണകാലത്തെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന വിപുലമായ ലിഖിതങ്ങളാൽ അലങ്കരിച്ച സ്കാർബുകളുടെ ഒരു പരമ്പരയും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്ത പ്രദേശത്ത് സ്ഥാപിച്ച വലിയ ഫറവോ പടയാളികളുടെ പ്രതിമകൾ ഇന്നും കാലത്തെ അതിജീവിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചരിത്ര പരിവേഷകനായ ഹൊവാർഡ് കാർട്ടറാണ് ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വരയിൽ നിന്നും തൂത്തൻഖാമന്റെ കല്ലറയും തുടർന്ന് മമ്മിയും കണ്ടെത്തുന്നത്. അതോടെയാണ് തൂത്തൻഖാമന്റെ മുഖം ഫറവോ രാജാക്കന്മാരുടെ മുഖമുദ്രയായി ആധുനിക കാലത്ത് ഇടം പിടിച്ചത്. ഈജിപ്തിലെ ഫറവോ രാജാക്കന്മാരിൽ സമകാലികതയിൽ തൂത്തൻഖാമനോളം ചർച്ചയായ മറ്റൊരു ഭരണാധികാരി ഉണ്ടായി കാണില്ല. അമൻഹോട്ടപ്പിന്റെ ഭരണകാലത്തെ പ്രൗഢിയോ അലങ്കാരങ്ങളോ തൂത്തൻഖാമന് ലഭിച്ചിട്ടില്ല. പക്ഷേ മരണാനന്തരം അയാൾ ഫറവോ രാജാക്കന്മാരുടെ ലോകമുദ്രയായി തന്നെ അറിയപ്പെട്ടു. 10-ാം വയസ്സിൽ ഫറവോ ആവുകയും 18-ാം വയസ്സിൽ മരിക്കുകയും ചെയ്ത ഈജിപ്ഷ്യൻ ഫറവോന്മാരിലെ ഏറ്റവും ദുരൂഹമായ പേരാണ് തൂത്തൻഖാമൻ.
ഈജിപ്തിലേക്ക് പുരാവസ്തു ഗവേഷകരെയും സഞ്ചാരികളെയും പ്രവാഹം സൃഷ്ടിച്ചുകൊണ്ട് 1922 തൂത്തൻഖാമന്റെ ശവക്കല്ലറ കണ്ടെത്തുന്നത്. കല്ലറയിൽ നിന്നും ലഭിച്ച അമൂല്യ നിധിശേഖരമായിരുന്നു തൂത്തൻഖാമന് ഇത്ര പ്രശസ്തി നൽകിയത്. അതിലുണ്ടായിരുന്ന തൂത്തൻഖാമന്റെ സ്വർണ്ണ മുഖാവരണത്തിനു മാത്രം 10 കിലോയിലധികം ഭാരമുണ്ടായിരുന്നു. BC 1322 ദുരൂഹ സാഹചര്യത്തിലാണ് തന്റെ 18ാമത്തെ വയസ്സിൽ തൂത്തൻഖാമൻ മരിച്ചത്. അമൂല്യമായ നിധിശേഖരങ്ങൾക്കും നിർബന്ധിതമായി അടക്കപ്പെട്ട ഭടന്മാർക്കുമൊപ്പം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മമ്മി രൂപത്തിലാണ് തൂത്തൻഖാമനെ ലോകം കണ്ടെത്തുന്നത്. 2019 ആ കല്ലറ തുറക്കുന്നത്. ഇപ്പോൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലുള്ള തൂത്തൻഖാമന്റെ മുഖംമൂടി ലോകപ്രസിദ്ധമാണ്. ഫറവോ രാജവംശത്തിന്റെ കഥ ഇതിലൊന്നും അവസാനിക്കുന്നതേയില്ല. ഇത്തരം വീഡിയോ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.